നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് അധ്യായം 14, 22 മുതലുള്ള തിരുവചനങ്ങൾ. വെള്ളത്തിന് മീതെ നടക്കുന്നു. ജനസഞ്ചയത്തെ പിരിച്ചുവിടുമ്പോഴേക്കും തനിക്ക് മുൻപേ വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോകാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടതിന് ശേഷം ഏകാന്തതയിൽ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് കയറി. രാത്രിയായപ്പോഴും അവൻ അവിടെ തനിച്ച് ആയിരുന്നു. ഇതിനിടെ വഞ്ചി കരയിൽ നിന്ന് ഏറെ ദൂരം അകന്നു കഴിഞ്ഞിരുന്നു. കാറ്റ് പ്രതികൂലമായിരുന്നതിനാൽ തിരമാലകളിൽപ്പെട്ട് അത് വല്ലാതെ ഉലഞ്ഞു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. അവൻ കടലിനു മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി. ഇതാ ഭൂതം എന്ന് പറഞ്ഞ് ഭയം നിമിത്തം നിലവിളിച്ചു. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കൂ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പത്രോസ് വഞ്ചിയിൽ നിന്നിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ യേശുവിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നാൽ കാറ്റ് ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ ഭയന്നു. ജലത്തിൽ മുങ്ങിത്താഴാൻ തുടങ്ങിയപ്പോൾ അവൻ നിലവിളിച്ചു പറഞ്ഞു, കർത്താവേ, രക്ഷിക്കണമേ. ഉടനെ യേശു കൈ നീട്ടി അവനെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? അവർ വഞ്ചിയിൽ കയറിയപ്പോൾ കാറ്റ് ശമിച്ചു. വഞ്ചിയിലുണ്ടായിരുന്നവർ അവനെ ആരാധിച്ചുകൊണ്ട്, സത്യമായും നീ ദൈവപുത്രനാണ് എന്ന് പറഞ്ഞു. കർത്താവിന്റെ സുവിശേഷം. ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ വരേണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരേണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ വരേണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥം വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കണമേ. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് മാസം 4-ാം തീയതി, ഈ തിങ്കളാഴ്ച രാത്രിയിൽ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാളൊക്കെ ആഘോഷിച്ച ഒരു ദിവസത്തിൻ്റെ അന്ത്യയാമങ്ങളിൽ ഈ 9 മണിക്ക് നമ്മൾ ദിവ്യകാരുണ്യ ഈശോയുടെ മുഖം കണ്ട് ആ തിരുമുഖത്തിൽ നിന്ന്
പ്രസരിപ്പിക്കപ്പെടുന്ന, പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന പ്രകാശകിരണങ്ങൾ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് ഈ സമയം ചെലവഴിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നതിനെ ഓർത്ത് കൈയടിച്ച് നന്ദി പറയാം. നമ്മൾ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഒരു പാട്ട് സീനൊക്കെ കഴിഞ്ഞ് നല്ല ഒരു സന്തോഷത്തിൻ്റെ, പാട്ട് സീൻ എന്ന് പറയുമ്പോൾ നല്ല സന്തോഷമുള്ള തപ്പും തകലും മേളവും ഒക്കെയുള്ള നല്ല ഡാൻസൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വില്ലൻ വരുന്നു ഇല്ലേ? അങ്ങനെ ചില സീനുകളില്ലേ? നല്ല പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ അവസാന വരി എത്തിയപ്പോഴാണ് വില്ലൻ ബുള്ളറ്റിൽ തോക്കുമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കത്തിയിട്ട് വരുന്നത്. അതോടുകൂടി അത്രയും നേരം ഉണ്ടായിരുന്ന പാട്ടും കൂത്തുമൊക്കെ ബലൂണിന്റെ കാറ്റ് പോയതുപോലെ ഷൂന്ന് പറഞ്ഞു പോയി ഇല്ലേ? അങ്ങനെ കണ്ടിട്ടില്ലേ? ഉവ്വ, പ്രൈസ് ദി ലോർഡ്. അതുപോലെയാണ് ശിഷ്യന്മാര് 5 അപ്പം 5000 പേർക്ക് വർദ്ധിപ്പിച്ച് ഇതൊക്കെ ആ ഒരു സീൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു നല്ലൊരു പാട്ട് സീൻ പോലെയാണ് അല്ലേ? ശിഷ്യന്മാര് മുറിക്കുന്നു കൊടുക്കുന്നു, മുറിക്കുന്നു കൊടുക്കുന്നു, തിന്നുന്നു, വയറ് നിറയുന്നു. അത് മാത്രമല്ല 12 കൊട്ട ബാക്കിയും വരുന്നു, ഇഷ്ടം പോലെ നല്ല. അപ്പൊ ഈ 12 കൊട്ടയുമായിട്ട് ഇവര്, അച്ഛൻ ആലോചിക്കുന്നത് ഇങ്ങനെയാണ്, ഇവര് ആദ്യം കരക്കിറങ്ങിയപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു പോളിത്തീൻ ബാഗിൽ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു പോകുമ്പോൾ ഒരു ഗുഡ്സി കയറ്റാനുള്ളതായിട്ടാണ് അവരൊരു വഞ്ചി നിറയെ. ഓരോ ശിഷ്യനും 12 കൊട്ട എന്തുകൊണ്ടാണ് ബാക്കി വന്നതെന്ന് ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ കൊട്ട വെച്ച് ബാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ 12 കൊട്ടയൊക്കെ ആയിട്ട് വഞ്ചിയിൽ അവരക്കരയ്ക്ക് തുഴയുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം എങ്ങനെയായിരിക്കും അല്ലേ? അവർ നല്ലൊരു സൂപ്പർ പാട്ട് പാടിയിട്ടുണ്ടാവും. ആ പാട്ടൊക്കെ പാടി പോകുമ്പോഴാണ് വില്ലൻ വരുന്നത്. ആരാണ് വില്ലൻ? കൊടുങ്കാറ്റ് വരുന്നു. വഞ്ചിയിൽ ഇതാ സമുദ്രത്തിൽ കാറ്റ് വീശാൻ തുടങ്ങുന്നു, വഞ്ചി ആടി ഉലയാൻ തുടങ്ങുന്നു. ഇപ്പോ ഇത് മുഴുവനും മുങ്ങിപ്പോകും. വഞ്ചി മാത്രമല്ല, അപ്പോൾ 12 കൊട്ട അപ്പവും മാത്രമല്ല, 12 പേരും ഇപ്പൊ തകിടം മറിയും ഈ വെള്ളത്തിലേക്ക്. ഈ എത്ര നീന്തൽ അറിയാമെന്ന് പറഞ്ഞാലും ഈ കടല് പ്രക്ഷുബ്ധമായിരിക്കുന്ന സമയത്ത് നീന്തൽ കൊണ്ട് കാല് താഴ്ത്തു കുത്തിയിട്ട് വേണ്ട സ്റ്റെപ്പ് എടുക്കാൻ എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പോൾ ഇതാ നശിക്കുമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ആടി ഉലയുകയാണ്, എല്ലാം പോവും. അപ്പോഴാണ് കർത്താവ് വീണ്ടും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം എപ്പോഴും പാട്ട് പോലെയല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു പാട്ട് സീനൊക്കെ ഉണ്ട്. ചില സന്തോഷങ്ങളുടെ സീനൊക്കെ കഴിയുന്നതിന് മുമ്പ് ഒരു വില്ലൻ കടന്നു വരികയാണ് അല്ലേ മോനെ? ഹല്ലേലൂയ. ആകെ തകിടം മറിഞ്ഞ് ഇനി ജീവിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഒരു സംഘർഷം, ഒരു പ്രതിസന്ധി. ആ പ്രതിസന്ധിയുടെ നടുവിലേക്ക് വീണ്ടും ഈശോ വരികയാണ്. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്. ഇവര് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഈശോയെ കണ്ടതാണ്, ഈശോയുടെ കൂടെയാണ് കുറച്ച് നാളുകളായിട്ട്. പക്ഷെ ഈ പ്രതിസന്ധികളുടെ നടുവിലേക്ക് ഈശോ ആ സമുദ്രത്തിന്റെ മീതെ നടന്നു വരുമ്പോ ഈശോയെ ശിഷ്യന്മാര് വിളിക്കുന്നത് എന്താണ്? ഭൂതം എന്നാണ്. ആരെയാണ് ഭൂതം എന്ന് വിളിക്കുന്നത്? ഈശോയെ തന്നെ വിളിക്കാണ് ഭൂതം. എന്തു പറ്റി? ഈ പ്രതിസന്ധികളുടെ ഇടയിൽ ഈ കാറ്റ് വീശി വെള്ളം കണ്ണിലടിച്ച് കയറിയിട്ട് ഇവർക്ക് കണ്ണ് കാണാൻ പറ്റാണ്ടായി. പ്രതിസന്ധികളുടെ ജലസഞ്ചയം കണ്ണിലടിച്ച് കയറി കണ്ണന്ധമായി കിടക്കുമ്പോ കർത്താവ് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്നാലും നമ്മൾ പറയും, അയ്യോ ഭൂതം വന്നേന്ന് പറയും, പോവാൻ പറയും. നമ്മൾ ഓടിക്കളയും അവിടുന്ന്. കർത്താവ് വന്ന് രക്ഷിക്കാൻ വന്ന കർത്താവിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഓടിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഭൂതത്തെ, കർത്താവിനെ ഭൂതമാണെന്ന് വിചാരിച്ച് ഓടിച്ചു കളയും. ഇതൊരു പ്രതിസന്ധിയാണ്. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളിൽ കർത്താവ് രക്ഷിക്കാൻ വരുന്ന കർത്താവിനെ തന്നെ നമ്മൾ ഭൂതമെന്ന് വിളിക്കും. ചില പ്രതിസന്ധികൾ ഉണ്ടായത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നേ. ചില കാറ്റുകൾ വീശിയത് നമ്മുടെ ശിക്ഷയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ കർത്താവ് വന്നു. അപ്പൊ കർത്താവ് പറഞ്ഞു, പേടിക്കാതിരിക്കുക, ഇത് ഞാനാണ്, ഭയപ്പെടല്ലേ, ഇത് ഞാനാണെന്ന് പറഞ്ഞു. ഭയപ്പെടാതിരിക്കുക എന്ന് 365 പ്രാവശ്യം ബൈബിളിൽ എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്.
എന്താണ് പറയുന്നത്? ധൈര്യമായിരിക്കെ, ഭയപ്പെടാതിരിക്കെ എന്ന്. ഒരു ദിവസത്തിന് ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മതി. എന്ത്? ഭയപ്പെടാതിരിക്കുക. നമുക്ക് ഭയമാണ്. നമ്മുടെ ജീവിതം ഒരു ജനലടഞ്ഞു, നമ്മൾ ഭയപ്പെടണ്ട. നമ്മുടെ മുമ്പിൽ ഒരു ജനലടഞ്ഞു പോയാൽ അതിലും വലിയൊരു വാതിൽ തുറന്നോളൂ. ഒരു വഴി അടഞ്ഞു പോയാൽ 100 വഴികൾ തുറക്കാൻ കഴിയുന്നവനാണ് മുമ്പിലേക്ക് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ജനലടഞ്ഞു പോയെന്ന് വിചാരിച്ച് ജീവിതം അവസാനിപ്പിക്കണമെന്നില്ല. ഇനി അടുത്തൊരു ഭാഗത്ത് പത്രോസ് കടലിന് മീതെ നടക്കുന്ന, ഇത് ഇപ്പൊ മരിച്ചു പോകുമെന്ന് പറഞ്ഞവൻ കർത്താവാണെന്ന് കണ്ടപ്പോൾ ആശ്വാസമായിട്ട് പറഞ്ഞു, നീയാണാ നടക്കുന്നതെങ്കിൽ നീ നടക്കുന്നത് പോലെ എനിക്ക് നടക്കണം. പ്രിയപ്പെട്ടവരൊരു ശിഷ്യന്റെ ആഗ്രഹമാണ് ഗുരു എപ്രകാരമായിരിക്കുന്നുവോ അപ്രകാരമായിരിക്കുക എന്നത്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ ഈശോ പത്രോസിന്റെ ആഗ്രഹത്തെ അപ്രൂവ് ചെയ്യാണ്. നിന്റെ ആഗ്രഹം കൊള്ളാം, നിന്റെ ആഗ്രഹം നല്ലതാണ്, അതുകൊണ്ടാണല്ലോ ഈശോ അനുവദിച്ചത്. ഈശോ പറഞ്ഞു, ഞാൻ നടക്കുന്നത് പോലെ നീയും നടന്നുകൊള്ളുക. അങ്ങനെ പത്രോസ് ഈശോ നടക്കുന്നത് പോലെ പത്രോസ് നടക്കാൻ തുടങ്ങി. പത്രോസ് നടക്കാൻ തുടങ്ങിയപ്പോ കൂടെയുള്ളവര് ഒക്കെ ആദ്യം ഒന്ന് സംഭ്രമിച്ചെങ്കിലും ഈശോയെ പോലെ, അല്ലെങ്കിൽ ഈ പത്രോസ് നടക്കുന്നത് കണ്ടപ്പോ കൂടെയുള്ളവര്, ചുറ്റുമുള്ളവര് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? പീറ്റർ, പീറ്റർ എന്ന് പറഞ്ഞല്ലേ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവും. നടന്നു നടന്നു, ഞങ്ങൾ പറയുന്നുണ്ടത്. അപ്പൊ അങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞപ്പോ, കുറച്ച് കഴിഞ്ഞപ്പോ പത്രോസ് കർത്താവിൽ നിന്ന് കണ്ണെടുത്തിട്ട് ഈ പ്രോത്സാഹിപ്പിക്കുന്നവരൊന്ന് എങ്ങനെ ഉണ്ടറാ എന്ന് നോക്കാൻ വേണ്ടി ഇടത്തോട്ട്, ഇപ്പം എങ്ങനെയുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണക്കാരനല്ലെന്ന് ഞാൻ നിങ്ങളോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. ഇപ്പം മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇനി മേലാൽ എൻ്റെ അടുത്ത് കളിക്കാൻ വരരുത് എന്നൊക്കെ ഉള്ളൊരർത്ഥത്തിൽ അവരെയൊക്കെ ഒന്ന് നോക്കിയപ്പോഴേക്കും ഒരു ചെറിയ കാറ്റ് വേറെ സൈഡിൽ നിന്ന് വീശി. അപ്പോ പത്രോസ് പെട്ടെന്ന് കർത്താവിൽ നിന്ന് ദൃഷ്ടി പറിച്ചെടുത്തിട്ട് ലോകത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിറകിലേക്കൊക്കെ നോക്കാൻ തുടങ്ങിയപ്പോ ഈ കാറ്റ് വീശിയപ്പോ പത്രോസ് പേടിച്ചുപോയി. അങ്ങനെ പേടിച്ച പത്രോസ് മുങ്ങാൻ തുടങ്ങി. അവന് മനസ്സിലായി പിടിവിട്ടുപോയി, ജീവിതത്തിന്റെ പിടിവിട്ടുപോയി. വീണ്ടും അവൻ കർത്താവിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ രക്ഷിക്കണമേ. അപ്പൊ കർത്താവ് ചോദിച്ചു, അപ്പൊ ഇപ്പൊ ഇത്രയും നേരം നീ പറഞ്ഞ എന്താണ്? നീ വലിയ ആളാണെന്നല്ലേ? അയ്യോ അതൊക്കെ മറക്കും ഞാൻ. കർത്താവെ രക്ഷിക്കണമേ. വീണ്ടും കർത്താവിന്റെ കയ്യില് കരം മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, ഒരിത്തിരി സമയത്തേക്ക് എനിക്ക് വഴിതെറ്റിപ്പോയി. ഒരൽപ്പം സമയത്തേക്ക്, ഒരല്പകാലത്തേക്ക് ഞാൻ എന്നിൽ തന്നെ ആശ്രയിക്കുകയും എനിക്കതൊക്കെ പറ്റും, എനിക്ക് എൻ്റെ കഴിവ് കൊണ്ടാണ് ഇതൊക്കെ എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു പോയി. ക്ഷമിക്കണമേ കർത്താവ്, നിനക്ക് മാത്രം രക്ഷിക്കാൻ പറ്റുള്ളൂ. നീ ഇപ്പം പിടിച്ചില്ലെങ്കിൽ ഞാൻ തീർന്നു പോകും. കർത്താവിലേക്ക് അവൻ കരം നീട്ടി, സ്വരമുയർത്തി കർത്താവ് അവനെ പിടിച്ചിട്ട് പറഞ്ഞു, പൊക്കിയെടുത്തിട്ട് പറഞ്ഞു, അല്പവിശ്വാസി. ശാസനയാണ്. നീ എന്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയത്? നീ എന്നിലേക്കല്ലേ നോക്കേണ്ടത്. ആരാണ് അല്പവിശ്വാസി? കർത്താവിലേക്ക് നോക്കാതെ ലോകത്തിലേക്ക് നോക്കുന്നവന് ദൈവം വിളിക്കുന്ന പേരാണ് അല്പവിശ്വാസി. കർത്താവിലേക്ക് നോക്കാതെ പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും നോക്കുന്നവനെ വിളിക്കുന്ന പേരാണ് അല്പവിശ്വാസി. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവിൽ കണ്ണുറപ്പിക്കാതെ പ്രശ്നങ്ങളിൽ കണ്ണുറപ്പിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രശ്നങ്ങൾ നമ്മെ വിഴുങ്ങിക്കളയും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് ഒരൽപ്പം സുദീർഘമായി സംസാരിച്ച ഈ വചനങ്ങൾ, ഈശോ പറഞ്ഞ ഓരോ വചനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. കർത്താവ് നമ്മെ വിശുദ്ധീകരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം മൂലം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നുവെന്നാണ് വചനം പറയുന്നത്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ അനുദിന ജീവിതത്തിൽ കർത്താവിൽ നിന്ന് കണ്ണ് പറിച്ചെടുത്ത് ഈ ലോകത്തിലേക്ക് ഹൃദയം ഉറപ്പിച്ച് ജീവിതയാത്ര നടത്തിയ
ഒരുപക്ഷെ നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ മക്കളിൽ, മാതാപിതാക്കളിൽ, നമ്മൾ വലുതെന്ന് കരുതിയ ചില കാര്യങ്ങളിൽ ഒക്കെ നമ്മൾ ഹൃദയമുറപ്പിച്ച് യാത്ര ചെയ്ത സമയങ്ങളെ ഓർത്ത് അനുദപിക്കാം. അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മുങ്ങിപ്പോകാൻ ഇടയുണ്ട്, മുങ്ങിപ്പോയിട്ടുണ്ട്, മുങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വീണ്ടും കർത്താവിലേക്ക് ഹൃദയം തിരിച്ച് കർത്താവേ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നമ്മെ രക്ഷിക്കാൻ കരമുള്ളവന്റെ കരങ്ങളിലേക്ക് നമുക്ക് കരം നീട്ടാം. രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം കർത്താവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് കൃതജ്ഞതയുള്ളവരാകാം. നന്ദി നിറഞ്ഞ ഹൃദയത്തിലേക്കാണ് ദൈവാനുഗ്രഹങ്ങൾ വീണ്ടും സമൃദ്ധമായി വർഷിക്കപ്പെടുന്നത് എന്ന ബോധ്യത്തോടുകൂടെ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മീകവും ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ ഓർത്ത് നന്ദി പറയാം. വിശ്വാസത്തെ ഓർത്ത് ഈ രാത്രിയിൽ കർത്താവിന്റെ വചനം കേൾക്കാനും അവിടുത്തെ ആരാധിക്കാനും കൃപ ലഭിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ശക്തിയോടെ കരമടിച്ചെന്ന് പറയട്ടെ. നമുക്ക് വീണ്ടും കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ 7 നിയോഗങ്ങൾ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വയറ് നിറയെ, നെഞ്ച് നിറയെ ശ്വാസം വലിച്ചെടുക്കാൻ. നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെയും നമ്മുടെ പ്രിയപ്പെട്ടവരുടെയും വിശ്വാസം വർദ്ധിക്കണമെന്നത് ഒരു വ്യക്തിപരമായ നിയോഗമാണ്. ഈശോയെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തവർ ഈശോയെ അറിയാൻ, ഈശോയെ കേട്ടിട്ടില്ലാത്തവർ ഈശോയെ കേൾക്കാൻ, ഈശോയെ കണ്ടിട്ടില്ലാത്തവർ ഈശോയെ കാണാൻ, ഈശോയെ ആരാധിക്കാൻ, വിശ്വസിക്കാൻ അനേകം പേർ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ ഉള്ളൊരാഗ്രഹം, ആ ഒരു സാഹചര്യം നമ്മുടെ വ്യക്തിപരമായ നിയോഗമാകട്ടെ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട മനുഷ്യരായി നമ്മുടെ കുടുംബാംഗങ്ങൾ മാറട്ടെ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ പ്രപഞ്ചം മുഴുവന് വേണ്ടിയും ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും
ഈ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം. ഇന്ന് വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വൈദികരെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകമായി മൗണ്ട് കാർമൽ റിട്രീറ്റ് സെന്ററിൽ തിരുവനന്തപുരത്ത് ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വൈദികർക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനകൾ അഭ്യർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ പട്ടിണി കിടക്കുന്നവരെയും താമസിക്കാൻ ഭവനമില്ലാത്തവരെയും യാത്ര ചെയ്യുന്നവരെയും അലഞ്ഞുതിരിയുന്നവരെയും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായിട്ടുള്ളവരെയും മാനസിക രോഗങ്ങളിലൂടെ പീഡകൾ അനുഭവിക്കുന്നവരെയും രോഗികളായി ഭവനങ്ങളിലും ആശുപത്രികളിലും കഴിയുന്നവരെയും മരണാസന്നരായിട്ടുള്ളവരെയും സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിദേശങ്ങളിൽ, അന്യസംസ്ഥാനങ്ങളിൽ, വിദൂരങ്ങളിൽ, ഭവനങ്ങളിൽ നിന്നകന്ന് പഠിക്കാൻ വേണ്ടി ജോലിക്കൊക്കെയായി പോയിട്ടുള്ള എല്ലാവരെയും സമർപ്പിക്കാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ, ജോലിയുടെ മേഖലകളിലുള്ള സംഘർഷങ്ങളിലൂടെ, കുടുംബജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, ഇരുളടഞ്ഞ ഭാവി മാത്രം ഇപ്പോൾ മുന്നിൽ കാണാൻ കഴിയുന്നവർ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കർത്താവിൻ്റെ പ്രത്യാശയുടെ കിരണങ്ങൾ എല്ലാ മക്കളിലേക്കും കടന്നു ചെല്ലാൻ ഈശോ സമുദ്രത്തിന് മീതെ നടന്നു വന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലേക്ക് കർത്താവ് കടന്നു വരുന്ന അനുഭവം ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ഈ ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്നവർ ശിരസ് തറയിൽ മുട്ടിച്ച് പരമാപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രതിസന്ധികളുടെ സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ ജീവിത സാഗരത്തിൽ ഞങ്ങൾ മുങ്ങിപ്പോകാതെ ഞങ്ങളുടെ കരം പിടിച്ച് ഞങ്ങളെ ഉയർത്തുകയും ഞങ്ങളെ ശാസിക്കുകയും ചെയ്യുന്ന പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളുടെ വിശ്വാസക്കുറവിനെ പരിഹരിക്കുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സുഖനിദ്രയുള്ള രാത്രി, സന്തോഷമുള്ള രാത്രി ആശംസിക്കുന്നു. നാളെ കൂടുതൽ ഉത്സാഹത്തോടെ ഉണർന്നെഴുന്നേറ്റ് ദൈവരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ സാധിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.